നമ്മളെ എടപ്പള്ളി രണ്ടാമത്തെ ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നമ്മളെ സംഗീത തിയേറ്ററിൽ വെച്ച് നടന്നല്ലോ. അപ്പോൾ എന്താണ് അതിനോടുള്ള ഒരു പറയാനുള്ളൊരു അഭിപ്രായം? ഇത് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ ചലച്ചിത്രോത്സവം തുടങ്ങിയത്. ഈ രണ്ടാമത്തെ വർഷമായപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി അത് വികസിപ്പിച്ചു. 15ഓളം സിനിമകൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് 3 സ്ഥലങ്ങളിലായി. ഒന്ന് സംഗീതയിൽ, പിന്നെ കണ്ണൻ നായർ സ്മാരക കേന്ദ്രത്തിൽ, ചങ്ങമ്പുഴ പാർക്കിൽ. മാത്രമല്ല ഈ കമലിൻ്റെ ആദരവും അദ്ദേഹത്തിൻ്റെ 5 സിനിമകളും ഇതോടൊപ്പം പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ തമിഴ്, ഹിന്ദി, അങ്ങനെ വിവിധ ഭാഷാ ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ ഒരു 15 സിനിമകളെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ചലച്ചിത്രോത്സവത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വികസിപ്പിക്കുന്ന അടുത്ത വർഷം ഇതിൽ കൂടുതൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇതിനെ സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ചലച്ചിത്രോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കമലിനെ ആദരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ 5 സിനിമകൾ കളിക്കുന്നു. അത് ആദര സമ്മേളനം 31-ാം തീയതി ചങ്ങമ്പുഴ പാർക്കിൽ വിപുലമായി നടത്തും. മഞ്ജു വാര്യർ, ഭാവന തുടങ്ങി ആഷിഖ് കപൂർ, സിബി മലയാളി, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള വലിയ സംവിധായകർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊരു കമലിനെ ആദരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറണം. അദ്ദേഹത്തിൻ്റെ 46ാമത്തെ സിനിമ വരെ സംവിധാനം ചെയ്ത ഒരു 4 പതിറ്റാണ്ട് കാലത്തെ ജീവിതം. അതുകൂടാതെ ദൃശ്യതാളം മാഗസിനുണ്ട്, ഞങ്ങളുടെ ഫിലിം സൊസൈറ്റിയുടെ മുഖ മാഗസീനാണ്. അത് കമൽ പ്രത്യേക പതിപ്പായിട്ട് കൂടി ഈ വർഷം ഇറക്കുകയാണ്. അത് ഈ 31-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന ആദര സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും. അങ്ങനെ കൂടുതൽ കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇല്ല എന്നാണ് പരാതി. ഞങ്ങളത് തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വികസിപ്പിച്ചെടുക്കുമെന്ന പ്രതീക്ഷത്തോടാണ് ഈ ചലച്ചിത്രോത്സവം മുന്നോട്ട് പോകുന്നത്. മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവുമാണ് ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ FFSAയുടെ സഹകരണവും പിൻപെട്ടത്. അങ്ങനെ പറയാനുള്ളത്.